പഞ്ചർ പൂർണ്ണമാണ്. പഞ്ചറിന്റെ കാരണം കിട്ടിയതാ ഈ ഒരു സാധനമായിരുന്നു കയറിപ്പോയത്. ഈ കാണുന്ന രണ്ട് സൈഡിലും കാണുന്നത് മൊത്തം നമ്മുടെ മലയാളികളുടെ പ്രോപ്പർട്ടികളാണ് കാണുന്നത്. നമ്മുടെ ഒരു അണ്ണൻ പറഞ്ഞു. കുറച്ച് റിസ്കുകളുണ്ടായിരുന്നു. ചിലപ്പോൾ മഴ പെയ്തെങ്കിലും നമുക്ക് കയറി നിൽക്കാനൊന്നും സ്ഥലമില്ലായിരുന്നു. പിന്നെ മറ്റൊരു റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്കെന്തെങ്കിലും വണ്ടിക്ക് എന്തെങ്കിലും പഞ്ചറോ കാര്യങ്ങളോ സംഭവിച്ചിരുന്നെങ്കിലും വളരെ ബുദ്ധിമുട്ടിയേനെ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെങ്കോട്ടയിലാണ്. അതായത് നമ്മുടെ കേരള ബോർഡറിൽ നിന്ന് ഒരു 10-12 കിലോമീറ്റർ മാറിയിട്ടാണ് ചെങ്കോട്ട. നമ്മൾ ഇന്നലെ താമസിച്ച് തങ്ങിയ ലോഡ്ജാണിത്, അന്നപൂർണ്ണ ടൂറിസ്റ്റ് ഹോം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇന്നലെ നമ്മുടെ ഗിരി ബാക്ക് ടയർ പഞ്ചറാണ് ഗിരിയുടെ. അപ്പോൾ അതാ കാണിച്ചു തരാം. ഗിരിയുടെ ബാക്ക് ടയർ അപ്പോൾ പഞ്ചറായതുകൊണ്ട് ഇപ്പം പഞ്ചർ ഒട്ടിക്കുന്ന കട തുറന്നിട്ടേ ഉള്ളൂ. അപ്പം നേരെ പോയിട്ട് നമുക്ക് പഞ്ചർ ഒട്ടിക്കണം. ഇവിടെ പഞ്ചർ ഒട്ടിക്കുന്ന കടയുണ്ട്. അപ്പോൾ നമ്മൾ ആഹാരമൊക്കെ കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ പഞ്ചർ ഒട്ടിക്കുക, ഇനി ഇവിടെ നിന്ന് യാത്ര തുടരണം. ഇപ്പോൾ എന്തായാലും ഒരു 9:30 മണിയായി. 9:30 മണിക്ക് പഞ്ചർ ഷോപ്പ് തുറക്കുകയുള്ളൂ. അതുപോലെ നമ്മൾ എണീച്ചപ്പോഴും കുറച്ച് ലേറ്റൊക്കെ ആയി. പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇത്രയും സമയമായി. നമ്മൾ 9:30 തുറക്കുന്നുള്ളതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട് തന്നെയാണ് എണീച്ചത്. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് പഞ്ചർ ഒട്ടിക്കാം. എന്നിട്ട് നമുക്ക് ഇന്നത്തെ യാത്ര ആരംഭിക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ പഞ്ചർ കടയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഷോപ്പ്. പഞ്ചർ പൂർണ്ണമാണ്. ചിന്നതാ പെരിയ പഞ്ചറാണ്. മുള്ള് ചെറിയ മെറ്റല് കൊണ്ടതായിരിക്കും അല്ലേ? മെറ്റല് കയറിയതായിരിക്കും. പഞ്ചറിന്റെ കാരണം കിട്ടിയതാ ഈ ഒരു സാധനമായിരുന്നു കയറിപ്പോയത്. മെറ്റലടിച്ചതല്ല, ഈ ഒരു കമ്പിയാണ് കയറിയിരുന്നത്. അതിനെന്തായാലും നമ്മുടെ എണ്ണ എടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ പഞ്ചറൊക്കെ ഒട്ടിച്ചു. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആർക്കും മാസ്ക് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്കും മാസ്ക് വയ്ക്കേണ്ട. നമ്മൾ മാസ്ക് വെച്ചിട്ട് നടന്നു കഴിഞ്ഞാൽ അവരെല്ലാം നമ്മൾ വേറെ വന്നെന്നുള്ള രീതിയിലുള്ള ഒരു നോട്ടമാണ്. അപ്പോൾ ഇവിടെ മാസ്ക് ആർക്കും ഇല്ല. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ സ്കൂളൊക്കെ തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാം സ്കൂളിൽ പോകുന്നുണ്ട്. കുട്ടികൾക്കും മാസ്ക് ഇല്ല. പിന്നെ പറയാണ് മാസ്ക് ഇല്ലാതെ ഇരുന്ന ബസ് ഒരു 2 വർഷമായിട്ട് മാസ്ക് വെച്ചോണ്ട് നടക്കുകയല്ലേ. ഒന്നര കിലോമീറ്റർ കഴിഞ്ഞിട്ടാ റൈറ്റ്. തൂത്തുക്കുടി. അപ്പോൾ ഇന്നത്തെ റൈഡ് തുടങ്ങി. പക്ഷേ നമ്മുടെ വണ്ടിക്കൊരു പ്രശ്നം പറ്റി. വേറൊന്നുമല്ല, നമ്മുടെ ഈ ചെയിൻ കണ്ടോ, ചെയിൻ ഫുള്ളായിട്ട് ഡ്രൈ ആയി ഇരിക്കുകയാണ്.
അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു ഓയിൽ ഒഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ചെയിന് പണി കിട്ടും, നല്ല തേയ്മാനം വരും, നമ്മൾ ചവിട്ടുന്നതിനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊരു ഗിയർ ഓയിൽ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗിയർ ഓയിൽ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ കുറച്ച് ഫ്രീ ആവും. അപ്പോൾ ഇത് ഒഴിച്ചതിന് ശേഷം ഇനി യാത്ര ഇന്നത്തെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ തമിഴ്നാട്ടിലെ ഒരു ചെറിയ പക്ക ഒരു ഗ്രാമത്തിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, രണ്ട് സൈഡിലും വേറെ വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, മൊത്തം കൃഷിസ്ഥലങ്ങളാണ്. കൃഷിസ്ഥലങ്ങളും തരിശു ഭൂമിയുമാണ് കൂടുതലും. അതിനിടയിലൂടെയുള്ള ചെറിയ റോഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്തൊന്നും വേറെ ടൗണോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി ഒരു 10-20 കിലോമീറ്റർ പോയാൽ മാത്രമേ ഒരു ടൗണുള്ളൂ. ഈ കാണുന്ന രണ്ട് സൈഡിലും കാണുന്നത് മൊത്തം നമ്മുടെ മലയാളികളുടെ പ്രോപ്പർട്ടികളാണ് കാണുന്നത്. നമ്മുടെ ഒരു അണ്ണൻ പറഞ്ഞു, ഇതെല്ലാം മലയാളീസിൻ്റെ പ്രോപ്പർട്ടികളാണ് ഈ രണ്ട് സൈഡിലും കാണുന്നത്. എന്നിട്ട് അവർ തന്നെ ഇത് പാട്ടത്തിന് കൊടുത്ത് കൃഷി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഉള്ള ആൾക്കാരെടുത്ത് കൃഷി ചെയ്യും. ഒരു പ്ലോട്ടിന് വർഷത്തേക്ക് 2 ലക്ഷമോ മറ്റോ ആണ് വാടക വരുന്നത്. ഇടയ്ക്ക് മഴ പെയ്തു. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ കയറി നിന്നായിരുന്നു. നല്ലൊരു മഴ വന്നായിരുന്നു. അപ്പോഴാണ് ഒരു ചേട്ടൻ അങ്ങനെ പറഞ്ഞത്, എൻജോയ് ചെയ്ത് സൈക്ലിങ് ചെയ്യാൻ പറ്റുന്ന റോഡാണ്. അതിന് തമിഴ്നാട്ടിൽ തന്നെ വരണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചെറിയ റോഡിൽ നിന്ന് ശങ്കരൻകോവിൽ സിറുണ്ടായി റോഡിൽ കയറിയിട്ടുണ്ട്. ഇതൊരു മെയിൻ റോഡാണ്. ആ ചെറിയ റോഡ് ഏതാണ്ട് 10 കിലോമീറ്ററോളം, ആ ചെറിയ റോഡ് 10-15 കിലോമീറ്ററോളം ചെറിയ റോഡ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഫ്ലാറ്റ് റോഡായിരുന്നു, യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു സൈക്കിൾ ചവിട്ടാനായിട്ട്. ഫ്രണ്ട്സ്, അങ്ങനെ കുറേ റൈഡ് ചെയ്തു നമ്മൾ. അപ്പോൾ എങ്ങും ഹോട്ടലൊന്നും കണ്ടില്ല. കുറേ ഒറ്റപ്പെട്ട വഴികളിലൂടെ വന്നു. അവസാനം വീരശിഖാമണി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് വന്നത്. അപ്പോൾ അവിടെ ഊണ് കിട്ടി. നമ്മുടെ ശരവണൻ ചേട്ടൻ്റെയാണ് ഹോട്ടൽ. അപ്പോൾ അവിടെ വന്നപ്പോൾ നമുക്ക് നല്ല കറികളും പച്ചക്കറി, വെജിറ്റേറിയനാണ് മൊത്തം. അപ്പോൾ നല്ലൊരു ഊണ് തന്നെ കിട്ടി. പിന്നെ സൈക്കിൾ കണ്ടോ, സൈക്കിൾ രണ്ടും വെളിയിൽ വെച്ചിരിക്കുകയാണ്. ഇനി ഊണ് കഴിച്ചിട്ട് ഇവിടെ അടുത്തെവിടെയെങ്കിലും നല്ല സ്ഥലം ഉണ്ടെങ്കിൽ പോയിട്ടൊന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ വീണ്ടും റൈഡ് തുടർന്നു. അപ്പോൾ നമ്മൾ രാവിലെ ഏതാണ്ട് ഒരു 40 കിലോമീറ്ററോളം ചവിട്ടിയിട്ടുണ്ട്. ഊണ് കൊള്ളാം. ആദ്യമായിട്ടാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. കുറച്ച് ചെറിയ ചോറൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. എനിക്കിഷ്ടമാണ് ഈ പച്ചരി ചോറ്. എനിക്ക് ഉണ്ണിക്കും അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ കുറച്ച് നൈറ്റ് ട്രാവലിങ്ങിലാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ 7 മണിക്ക് മുമ്പേ സ്റ്റേ എങ്ങും കിട്ടിയില്ല. അപ്പോൾ നൈറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വിജനമായിട്ടുള്ള റോഡാണ്. റോഡൊക്കെ നല്ലത് തന്നെയാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല റോഡാണ്. പക്ഷേ ജനവാസമൊക്കെ കുറവാണ്, ഒരുപാട് കുറവാണ്. പിന്നെ വാഹനങ്ങളും കുറവാണ്, പൊതുവെ കുറവാണ്. അപ്പോൾ നമ്മളിന്ന് ഇങ്ങനെ ഒരു നൈറ്റ് ട്രാവൽ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെ അടുത്ത് ഒരു ശങ്കരൻകോവിൽ എന്ന് പറയുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് തങ്ങാനുള്ള സൗകര്യം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 30 കിലോമീറ്റർ മാറിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ശങ്കരൻകോവിലിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ വന്നപ്പോഴത്തേക്ക് മഴ പെയ്തു. ഏതാണ്ട് ഒരു 1-2 മണിക്കൂറോളം മഴയായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് 2 ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, കോയിൽപ്പെട്ടി പോയിട്ട് റൂം എടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ശങ്കരൻകോവിലിലേക്ക് തിരിച്ചു പോവുക. അപ്പോൾ നമ്മൾ ഈ ഓപ്ഷനാണ് തിരഞ്ഞെടുത്തത്. കാര്യമെന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്ക് കോയിൽപ്പെട്ടിയിലോട്ടാണ് പോകാനുള്ളത്. അപ്പോൾ പിന്നെ ശങ്കരൻകോവിലിലോട്ട് തിരിച്ച് ചവിട്ടുന്നതിനേക്കാളും നല്ലത് ഈ റൂട്ട് ചവിട്ടുന്നത് തന്നെ. ഈ റൂട്ടിൽ പെട്രോൾ പമ്പൊന്നുമില്ല. പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവിടെ ടെൻ്റ് അടിച്ച് അവിടെ നമുക്ക് എങ്ങനെയെങ്കിലും ഇന്ന് കഴിയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ എത്താറായിട്ടുണ്ട്. ഇനി ഒരു 15-16 കിലോമീറ്റർ കൂടെ ഉള്ളൂ കോയിൽപ്പെട്ടി. അപ്പോൾ കോയിൽപ്പെട്ടി എത്തുന്നവരെയും കുറച്ച് റിസ്ക്കാണ്. കാര്യം വണ്ടി എന്തെങ്കിലും പണി തന്നാൽ, പഞ്ചർ അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നാൽ നമ്മൾ പെട്ടുപോകും. വിജനമായ പ്രദേശമാണ്, ആളൊഴിഞ്ഞ പ്രദേശമാണ്.
അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇവിടെ വണ്ടികളുടെ തിരക്കും കാര്യങ്ങളൊക്കെ കുറയും, ആകെ വിജനമായിട്ടുള്ള ഒരിതാവും. എന്തായാലും പോയി നോക്കാം. ഒരു 15 കിലോമീറ്റർ 16 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ മഴയാണ് നമുക്ക് പണി തന്നത്. മഴ പെയ്തില്ലായിരുന്നെങ്കിൽ നമ്മൾ കോയിൽപ്പെട്ടി എത്തിയാണ്. കോയിൽപ്പെട്ടി പിടിക്കാനായിട്ടാണ് നമ്മൾ വന്നത്. പക്ഷേ ഒരു 2 മണിക്കൂറോളം മഴ പെയ്തു. പോട്ട് ഗൈസ്, അങ്ങനെ നമ്മൾ 15 കിലോമീറ്റർ പറഞ്ഞെങ്കിലും 22 കിലോമീറ്റർ ഉണ്ടായിരുന്നു. കുറച്ച് റിസ്ക്കുകളുണ്ടായിരുന്നു. ചിലപ്പോൾ മഴ പെയ്തെങ്കിലും നമുക്ക് കയറി നിൽക്കാനൊന്നും സ്ഥലമില്ലായിരുന്നു. പിന്നെ മറ്റൊരു റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്കെന്തെങ്കിലും വണ്ടിക്ക് എന്തെങ്കിലും പഞ്ചറോ കാര്യങ്ങളോ സംഭവിച്ചിരുന്നെങ്കിലും വളരെ ബുദ്ധിമുട്ടിയേനെ. അപ്പോൾ എന്തായാലും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മൾ കോയിൽപ്പെട്ടി എത്തിയിട്ടുണ്ട്. കോയിൽപ്പെട്ടി ടൗണ് ഇതാണ്. ഇപ്പോൾ ലോഡ്ജ് എங்கே കിടക്കുന്നു? ഇന്ന റോഡിൽ പോകണം. ഓക്കെ ശരി. ഓക്കെ, ഇതാണ് കോയിൽപ്പെട്ടി ടൗണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടൗണാണ്. വലിയ റോഡുകളൊക്കെയാണ്. മെയിൻ ഹൈവേ ആണ് മുകളിൽ കൂടെ പോകുന്നത്. വലിയൊരു ഹൈവേ ആണ്. മധുരൈ തിരുനെൽവേലി ഹൈവേ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നമുക്കിന്ന് തങ്ങണം. ഇവിടെ ഒരു ലോഡ്ജ് എവിടെയെങ്കിലും നോക്കിയിട്ട് ഇന്നിവിടെ തങ്ങാമെന്നാണ് കരുതുന്നത്. എന്നിട്ട് രാവിലെ നമ്മുടെ റൈഡ് ആരംഭിക്കും. വണ്ടി നോക്കിപ്പോ. വലിയൊരു ഹൈവേ എന്താണ്, നല്ല തിരക്കുണ്ട്. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ മധുരൈ തിരുനെൽവേലി ഹൈവേ ആണെന്നാണ് തോന്നുന്നത്. ടോപ്പ് ഗിയറിലിട്ട് തന്നെ ചവിട്ടി വരാം. ഇന്നലെ നമ്മൾ കിടന്ന ക്ലൈമ്പെല്ലാം ചവിട്ടിയതിന് ഇന്നെന്തായാലും നല്ലൊരു റൈഡായിരുന്നു. എന്തായാലും ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ലോഡ്ജിൽ ചെന്നിട്ട് പറയാം. ഫ്രണ്ട്സ്, അപ്പോൾ ലോഡ്ജൊക്കെ കിട്ടി, റൂമിലെത്തി. നമ്മളിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു, ദോശയൊക്കെ ശാപ്പിട്ടു. എന്താ ഉണ്ട്? അടിപൊളിയായിട്ട് സാപ്പിട്ടു. എല്ലാം ശാപ്പിട്ടാ? ദോശ മാത്രമല്ല, ദോശ, പൊടിദോശ, ഓംപ്ലേറ്റ്. പശി ശമിച്ചാ? ദോശ ശമിക്കില്ല, ഇനി കാലയിൽ പശിക്കും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് മഴയുണ്ടായിരുന്നു. 2-3 തവണ നമ്മൾ മഴയത്ത് കുറച്ച് ബുദ്ധിമുട്ടി. പിന്നെ അതുകൊണ്ടാണ് നമ്മൾ രാത്രി കുറച്ച് ട്രാവൽ ചെയ്യേണ്ടി വന്നത്. രാത്രി ഒരു 10-30 കിലോമീറ്ററോളം സൈക്കിള് ചവിട്ടി. എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് തന്നെ എത്താൻ പറ്റി. ഇനിയിപ്പോൾ നാളെ കുറച്ച് എന്തായാലും നേരത്തെ ഇറങ്ങണമെന്ന് പ്ലാൻ ചെയ്യുന്നു. നേരത്തെ ഇറങ്ങി കഴിഞ്ഞാൽ നാളെ കുറേ നല്ല വിഷ്വൽസും കാര്യങ്ങളും പോണ വഴിയിലുള്ള കാഴ്ചകളും ഒക്കെ നിങ്ങളെ കാണിക്കാം. പിന്നെ ഇന്നത്തെ യാത്രയെന്ന് പറഞ്ഞാൽ സൈക്കിള് വളരെ ഈസി ആയിരുന്നു ഇന്ന് ചവിട്ടാനായിട്ട്. ഇന്നലെ നമ്മൾ ആ ക്ലൈംബൊക്കെ ചവിട്ടി കയറ്റിയത് കൊണ്ട് തന്നെ ഇന്ന് ഇവിടുത്തെ ലെവൽ റോഡായിരുന്നു. സൈക്കിൾ ഒരേ ഒരു ഗിയറിലാണ് ഇന്ന് ഫുള്ളായിട്ട് ഓടിയത്. അതാണ് അതിൻ്റെ ഒരു തേരി പോലും ഇല്ലായിരുന്നു അല്ലേ? തേരിയില്ലായിരുന്നു. ഏറ്റവും ടോപ്പ് ഗിയർ തന്നെ ഇട്ട് ചവിട്ടാൻ പറ്റി. ഈ മഴ ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊരു 100 കിലോമീറ്ററെങ്കിലും പോയേനെ. ഇന്നിപ്പോൾ നമ്മൾ മൊത്തം ചവിട്ടിയെന്ന് പറഞ്ഞാൽ ചെങ്കോട്ടം തൊട്ട് കോവിൽപേട്ട വരെയാണ് ചവിട്ടിയത്. അപ്പോൾ അതൊരു 84 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 84 കിലോമീറ്ററാണ് ഇന്ന് മൊത്തം സഞ്ചരിച്ചത്. നാളെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആവുമെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ ദിവസം നമ്മൾ 54 കിലോമീറ്റർ അല്ലേ? 54. നമ്മൾ സെക്കൻഡ് ഡേ ഇന്നലെ 67 കിലോമീറ്റർ. ഇന്നിപ്പോൾ 84 ആയിട്ടുണ്ട്. നാളെ ഒരു 100 കിലോമീറ്ററെങ്കിലും കവർ ചെയ്താൽ മാത്രമേ മറ്റന്നാൾ നമുക്ക് രാമേശ്വരത്ത് എത്താൻ കഴിയൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണണം, ഫുള്ളായിട്ട് കാണണം. ഇനിയുള്ള വീഡിയോസും നല്ല ഭയങ്കര ടെസ്റ്റുകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള വീഡിയോ ആണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. അപ്പോൾ
അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. വളരെ സെറ്റ് ഒരു വീഡിയോ ആയിട്ടായിരിക്കും അടുത്ത ഒരു വീഡിയോ വരുന്നത്. അപ്പോൾ മറ്റൊരു സെറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ. ഓക്കെ.